Hello guys, welcome back to my channel. It's me, Lebens vlog. Koyalappam. നമുക്കെല്ലാവർക്കും കോയലപ്പം ഇഷ്ടമാണല്ലേ? ഇന്ന് അതിൻ്റെ റെസിപ്പി ആയാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള കറുമുറ പൊട്ടുന്ന ഒരു അടിപൊളി കോയലപ്പത്തിൻ്റെ റെസിപ്പി ആയാലും. പിന്നെ ഇത് ചെയ്യുന്നത് അരിപ്പൊടിയിലല്ല, സാധാരണ നമ്മൾ പച്ചരിയിലാണ്. പിന്നെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള മെത്തേഡ്, നമ്മൾ ഈ ഗൾഫിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അധികം മെനക്കേടില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ 1 കിലോ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്തിയാക്കാം. ഇപ്പോൾ 1 കിലോ കോലപ്പം ഉണ്ടാക്കുന്ന 1 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ വലിയ ജീരകം, 1 കോഴിമുട്ട, പിന്നെ 1 കഷ്ണം ഉള്ളി, പിന്നെ ഒരു തേങ്ങ, അതായത് ഉണങ്ങിയ തേങ്ങയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് എള്ള്, അതായത് ബ്ലാക്ക് സിസ്മം ചെയ്ത്, അതായത് കറുത്ത എള്ളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ട് ചെയ്യലുണ്ട്. പക്ഷെ ഞാൻ ഇതേപോലെ ചെയ്യുന്നത് ടേസ്റ്റ് വ്യത്യാസമില്ല, പക്ഷെ സെയിം കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാനിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ആക്കിയതൊന്ന് ഡോ ആക്കിയിട്ട് നല്ല പാല് നന്നായിട്ട് സ്മൂത്തായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഡോ എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കോയലപ്പം നന്നായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അത് സ്മോൾ ബോൾസ് ആക്കിയെടുക്കാം. നന്ന ചെറുതും വേണ്ട, നന്ന വലുതും വേണ്ട, ഒരു മീഡിയം സൈസ് ബോൾസ് ആക്കിയെടുക്കാം. പിന്നെ നിങ്ങളതിൽ പത്തിലിൻ്റെ പ്രസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ചപ്പാത്തിക്കോല് യൂസ് ആക്കിയിട്ട് ഒന്ന് നൈസായിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എന്നുവെച്ചാൽ ഇതേപോലെ 4 സൈഡ്സാക്കി കട്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഉതിർത്തിയെടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ തടിയാലും മതി കൈക്ക്. അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഓയിൽ ഫ്രൈ ചെയ്യാവുന്നതാണ്. ഇനി നല്ലൊരു ചൂടുള്ള എണ്ണയിൽ ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ തന്നെ നിങ്ങൾക്കിത് വറുത്ത് കോരാനാണ്. ഇട്ടപ്പാട് ഇളക്കണ്ട, കുറച്ച് ചെയ്യണമെന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ എല്ലാ സൈഡും തന്നെ പാൽ പൊരിഞ്ഞിട്ട് വരും. ഏകദേശം ഈ ഒരു കളറായി തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് അതേപോലെ 4 സൈഡ്സായി കട്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടിയുണ്ടെങ്കിൽ ഇതേപോലെ എന്താക്കുക, ഒരു ഹോൾ പത്തിൽ ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പം വലിയ കോയലപ്പായി അപ്പോൾ ഇതേപോലെ ഉണ്ടാവും. ആ ഒരു കോണ് കിട്ടില്ല എന്നെങ്കിലും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി ഫുള്ള് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കാരണം നല്ലൊരു ടേസ്റ്റിൽ നമുക്കെല്ലാം അറിയാം, നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഫുൾ ടൈം വീട്ടിലാണ്, അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയാണ്. ബിസ്ക്കറ്റ്സും ബേക്കറി പലഹാരങ്ങൾ എത്രയോ നല്ലതാണ്. ഇതേപോലെ സ്നാക്സ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇതാകുമ്പോൾ നല്ല സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് സാധനം കൊണ്ട് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ ഒരുപാട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ടാക്കുക.